പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ തിരുനാമത്തിൽ എല്ലാവരെയും സ്നേഹവിനയത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ വിനയത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സ്ത്രീക ദൈവത്തിന്റെ തിരുനാമത്തിലേക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ഇഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന സിംഹരാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയമേ, തമ്പുരാനെപ്പറ്റ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കരുണയുള്ള ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾക്കുള്ളതെല്ലാം യേശുവിന്റെ രക്തത്താൽ ബന്ധിതമാകട്ടെ. ഞങ്ങളുടെ കുടുംബ മക്കൾ, ചർച്ചക്കാർ, ശുശ്രൂഷയുടെ ഓരോ മക്കളും യേശുവിന്റെ രക്തത്താൽ ബന്ധിതമാകട്ടെ. ഇന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കൾ സർവശക്തനായ ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ അനുഗ്രഹത്തിലും ഏറെ ധന്യമായ രൂപാന്തരപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിക്കുന്ന സമയവും നിമിഷവുമായി ഇത് മാറട്ടെ. ഓരോ ജീവിതങ്ങളും വിശുദ്ധമാകുവാനും കൃപ കൊണ്ട് നിറയുവാനും സമാധാനം കൊണ്ട് നിറയുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ തേജസ് കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറച്ചു നിർത്തണമേ. ആനന്ദതൈലം കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ അങ്ങ് ഇറങ്ങി ആവസിക്കണമേ. ഞങ്ങൾക്ക് വചനോപദേശവും കർത്താവും നൽകണമേ. നാഥ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ക്രമമായി ദൈവം ചെയ്തു തരുന്ന നന്ദി പറയുന്നു. ദൈവികമായ അനുഗ്രഹ തടസ്സമായി ഞങ്ങൾ നിലകൊള്ളുന്ന പൈശാചികമായ ബാധകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്ന് വിട്ടുപോകട്ടെ. രോഗാത്മാവിൽ ദുരാത്മാവിൽ നിന്നും പൈശാചിക പീഡയിൽ നിന്നും ദുഷ്ടാത്മസേനയിൽ നിന്നും സർവശക്തനും പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ അത്ഭുതകരമായ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാ ബന്ധനങ്ങളും ശാപങ്ങളും രോഗങ്ങളും വിട്ടുപോകട്ടെ. ഇപ്പോൾ ജനിച്ച മക്കളെ പോലെ വിശുദ്ധിയുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും കൃപയുള്ളവരും ഏറ്റവും ശ്രേഷ്ഠവുമായി അനുഗ്രഹമായി മാറുവാൻ ദൈവമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രമേൽ ഞങ്ങളോട് കരുണ കാണിച്ചതിനും ഇത്രമേൽ ഞങ്ങളെ കൊണ്ടുവന്നതിനും നന്ദി പറയുന്നു. അശുദ്ധമായ ഞങ്ങളുടെ അധരങ്ങളെ ദൈവം ശുദ്ധീകരിക്കണമേ. അനുഗ്രഹത്തിന്റെ മാർഗത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ലോകത്തിന്റെ അധിപതിയായ പിശാചിൻ ദുഷ്ടാത്മസേന ഞങ്ങളെ രക്ഷിച്ചു നിർത്തണമേ. വചനം പഠിക്കുവാനും വചനം ഹൃദയത്തിൽ എഴുതുവാനും വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുള്ളവരായി മാറുവാനും ദൈവകൃപയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനും സർവ്വവ്യാപിയും പരിശുദ്ധനുമായ ദൈവമേ, നിനക്ക് അസാധ്യമായ യാതൊരു കാര്യവുമില്ലല്ലോ. പുണ്യപ്പെട്ട വഴികളിലൂടെ നീ ഞങ്ങളെ നടത്തുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യണമേ. ഇത്രമേ ഞങ്ങളെ കൊണ്ടുവന്നിടുവാൻ
നേടുവാൻ ഞങ്ങൾ എന്തുള്ളൂ നാഥ. നിന്റെ സ്നേഹത്തിനും നിന്റെ കരുതലിനും നിന്റെ മനസ്സലിവിനുമായിട്ട് നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവേ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്കുള്ളതെല്ലാം യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ചേർന്ന് വായിക്കാം. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെ തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങൾ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കുമോ? ഒരു നാൾ വരുത്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി തന്നെ പാപം ചെയ്യുന്നു. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, ദൈവത്തിന്റെ തിരുവചനം ധ്യാനിക്കുമ്പോൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വലിയ അനുഭവമാണ് നമ്മിലേക്ക് വന്നു ചേരുന്നത്. നാം എല്ലാവരും ബലഹീനരും പാപികളുമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിൽ പ്രിയപ്പെട്ടവരെ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പലർക്കും നമ്മുടെ ബലഹീനമായ വശങ്ങളെ അതൊന്ന് നേരെയാക്കിയെടുക്കുക എന്ന് പറയുന്ന അപ്രാപ്യമായ കാര്യമാണ്. പലപ്പോഴും ഞാനും ചിലപ്പോൾ നിങ്ങളൊക്കെയും പാപത്തിന്റെ തെറ്റായ ആശയങ്ങളുടെ തഴക്കദോഷങ്ങളിൽ വീഴാറുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള ചിന്തകൾ ഒരുപക്ഷെ നാവിൽ വരുന്ന വാക്കുകളാകാം, മാനസികമായ കാഴ്ചപ്പാടുകളാകാം, ശാപത്തിന്റെ നിമിഷങ്ങളാകാം, ശാപതുല്യമായ നിമിഷങ്ങളാകാം. പ്രിയപ്പെട്ടവരെ, ആവർത്തിക്കപ്പെടുന്ന തെറ്റായ ശൈലികളാകാം. സ്വർഗസ്ഥനായ ദൈവം നമ്മെ എല്ലാവരെയും ഒരുപാട് അനുഗ്രഹിച്ച് ഉയർത്തട്ടെ. പല ആളുകളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തെ വേദനയിൽ ആഴ്ത്തിക്കളയുന്ന, ഞങ്ങളുടെ ജീവിതത്തെ തകർച്ചയിലേക്ക് എറിഞ്ഞു കളയുന്ന ഈ ദുഷ്ടതകളെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത്? ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമായി യാതൊരു കാര്യവും ഇല്ല എന്നുള്ള തിരുവചനത്തിന്റെ ശക്തമായ ദൂതിൽ നമുക്ക് തന്നെ ആശ്രയിക്കാം. ഇവിടെ കർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന, ശ്ലീഹായിലൂടെ സംസാരിച്ച ഒരു വലിയ ആശ്വാസ വചനമുണ്ട്. അത് യേശുവിനെ ഉയർപ്പിച്ച ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അതിജാതനാകുമോളം യേശു ഉയർത്തെഴുന്നേൽക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുകയാണ്. യേശു എഴുന്നേറ്റപ്പോൾ ഭൂമിയിലെ 33.5 വർഷക്കാലം ജീവിച്ചതിന് വിപരീതമായി തന്റെ ശരീരം രൂപാന്തരപ്പെട്ടുകൊണ്ട് ഭൗതിക ശരീരത്തെക്കാൾ ഉപരിയായി തേജസ്കരിക്കപ്പെട്ട് ശോഭയേറിയ വെളിപ്പാടുകളോടുകൂടെ വെളിപ്പെട്ട് നിൽക്കുന്ന അനുഭവത്തോടുകൂടെ യേശുവിന്റെ ശരീരം രൂപാന്തരപ്പെടുകയാണ്. കുത്തിത്തുളക്കപ്പെട്ട ശരീരം, തകർക്കപ്പെട്ട ശരീരം പുതിയതായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ക്രൈസ്തവ ജീവിതം നമ്മോട് പറയുന്നത് യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നുള്ളതാണ്. യേശുവിനെ ഉയർപ്പിച്ച ശക്തി ഇന്ന് ലോകത്തുണ്ടോ? യേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി ഇന്ന് ലോകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ശക്തി പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമാണ്. നാം പലപ്പോഴും ജീവിതത്തിൽ വിജയം നേടാൻ ഭാരപ്പെടുമ്പോഴും പല തഴക്കദോഷങ്ങളിൽ, പാപവശങ്ങളിൽ വീണ് വശംവദരായി തീരുമ്പോഴും, പ്രിയപ്പെട്ടവരെ, നാം ആശ്രയിക്കേണ്ടത് കർത്താവിനെ ഉയർപ്പിച്ച ശക്തിയിലാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായ ദൈവം ഇപ്പോൾ കാര്യസ്ഥനായി നിലകൊള്ളുന്നു എന്നുള്ളതും തികഞ്ഞ വസ്തുത തന്നെ. കർത്താവിൽ പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, ആ ഹോളി സ്പിരിറ്റിന്റെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്കൊരു ഉയർപ്പുണ്ട്. നാം ബലഹീനരും പാപമുള്ളവരും അശുദ്ധിയുള്ളവരുമാണ്. കുറവുള്ളവരും അസഹ്യമായ പാപം വഹിക്കുന്നവരും ജീവിതത്തിലുള്ളവരുമാണ്.
പക്ഷെ നാം കർത്താവിൽ ആശ്രയിച്ച് യേശുവിന്റെ ഉയർപ്പിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിന്റെ ഉയർപ്പിലേക്ക് ജീവിതം സമർപ്പിക്കുമ്പോൾ, നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളിലേക്ക്, നമ്മുടെ ബലഹീനമായ വശങ്ങളിലേക്ക് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ആരൊക്കെയാണ് ഇന്ന് വല്ലാതെ തകർന്നിരിക്കുന്നത്? ആരൊക്കെയാണ് ഒരുപാട് നിലവിളിക്കുന്നത്? പാരമ്പര്യമായ ശാപം കൊണ്ട്, പൈശാചികമായ പീഡ കൊണ്ട്, ബന്ധനം കൊണ്ട്, ദുരാത്മാവിന്റെ പ്രഹരം കൊണ്ട്, പ്രിയപ്പെട്ടവരെ തെറ്റായ വഴിയിലൂടെയുള്ള നടപ്പുകൊണ്ട്, കുത്തി വേദനിപ്പിക്കുന്ന രീതിയിൽ മാനസിക ക്ലേശം കൊണ്ട്, അസൂയ കൊണ്ട്, വിദ്വേഷം കൊണ്ട്, പക കൊണ്ട് ആരൊക്കെയാണ് കരയുന്നത്? ആരൊക്കെയാണ് നിലവിളിക്കുന്നത്? സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതാ ഇറങ്ങി ആവശ്യിക്കുന്ന സമയമാണ്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും, നമ്മുടെ ബുദ്ധിമുട്ടുകളും, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുള്ള ഈ നാഴിക വിശുദ്ധമായ ദൈവം നമുക്ക് തന്നതാണ്. ദൈവമക്കളെ, നിങ്ങളിപ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നുകൊണ്ട്, ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നു കൊണ്ടായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്തായിരിക്കും നിങ്ങൾ ഇത് കേൾക്കാൻ പോകുന്നത്. ദൈവമക്കളെ, ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, നീ എന്റെ ജീവിതത്തിന്റെ ബലഹീന വശങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. അതോടുകൂടെ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ സ്വഭാവം, ദുശീലങ്ങൾ, അന്ധത, അശുദ്ധി, തിന്മ, കൊള്ളരുതായ്മ എല്ലാം മാറിപ്പോവുകയാണ്. ഇതാ പുതിയതാകുന്ന ഒരവസ്ഥ. യേശുവിന്റെ ശക്തി വ്യാപരിച്ച് പുതിയതാകും. പുതിയ ജീവിതം എപ്പോഴും ഫലം കായ്ക്കുന്നതായിരിക്കും. ആറ്റരിക്കുന്നത് നട്ടിരിക്കുന്നത് പോലെ ഫലം കായ്ക്കും. ഇന്ന് ഫലമില്ലാത്ത ജീവിതമാണ്. പക്ഷെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ജീവിതമായി മാറുകയാണ്. വചനം സ്വീകരിക്കുന്ന ജീവിതമായി മാറുകയാണ്. എല്ലാവരുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി മാറുകയാണ്. യേശുവിന്റെ സാക്ഷിയായി മാറുകയാണ്. കർത്താവിന്റെ സൗരഭ്യവാസനയായി മാറുകയാണ്. സ്വർഗരാജ്യത്തെ നർമ്മണമുള്ളവരായി മാറുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നർമ്മണം. പ്രിയപ്പെട്ടവരെയും നാം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നവരായി രൂപാന്തരപ്പെടുകയാണ്. എല്ലാത്തിനേക്കാൾ ഉപരിയായി താഴ്ചയുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, പിശാച് തകർത്തിട്ടിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അങ്ങനെ സകല മേഖലകളിലും നമുക്കൊരു ശുദ്ധിയും അനുഗ്രഹവും ബലവും വന്നു ചേരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകും. യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നാം അവന്റെ അവയവങ്ങളായി മാറുകയാണ്. പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു സ്ഥാനത്തേക്കാണ്. ഇന്ന് നാം ആരുമായിട്ട് ബന്ധമില്ലാത്തതുപോലെ സ്വന്തം ഇഷ്ടത്തിൽ തെറ്റായ വഴികൾ നടക്കുന്നവരാണെങ്കിൽ നാം മുന്നേ പ്രാർത്ഥിച്ച പ്രാർത്ഥന ബലത്തോടെ പ്രാർത്ഥിക്കുമ്പോ എന്താണ് ആ പ്രാർത്ഥന? കർത്താവിനെ ഉയർപ്പിച്ച ആത്മാവ് എന്നെ ഉയർപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ബലത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ബലം കായ്ക്കുമെന്ന് പറഞ്ഞില്ലേ? ബലം കായ്ക്കുന്ന ജീവിതം യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുകയാണ്. യേശുവിന്റെ ശരീരത്തിന്റെ അവയവമായി മാറുകയാണ്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഓരോ ആളുകളും ജാതി വർണ്ണവർഗ വ്യത്യാസമൊന്നും ഇല്ലാതെ യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകും. സഭ യേശുവിന്റെ ശരീരമാണ്. ആ സഭയുടെ ശിരസ് കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ശിരസിൽ നിന്ന് നിയന്ത്രിതമാകുന്ന ഓരോ നിർദ്ദേശങ്ങളും അവയവങ്ങൾ ഒരുപോലെ സ്വീകരിക്കും. 2025 അല്ലെങ്കിൽ ഇത് ഏത് കാലത്താണോ നിങ്ങൾ കേൾക്കാനും പ്രാർത്ഥിക്കാനും പോകുന്നത്, ആ സമയത്ത് ദൈവമക്കളെ ഓർത്തുകൊള്ളുക. ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ ഡയറക്ഷൻസ്, ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഗൈഡ് ലൈൻസും എല്ലാം ശിരസാകുന്ന ക്രിസ്തുവിൽ നിന്ന് വ്യാപരിച്ചിറങ്ങുന്നുണ്ട്. ഞാനും നിങ്ങളും യേശുവിന്റെ ശരീരങ്ങളാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ വിനയപ്പെടാനും താഴാണം ധരിപ്പാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഒരവയവത്തെ താഴ്ത്തിക്കിട്ടാതെ പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും ഓരോ അവയവങ്ങൾക്കുമുള്ള ശുശ്രൂഷകളും നിയോഗങ്ങളും ഏത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും
ദൈവത്തെ ആരാധിക്കുവാനും ഇടവരുമാറ് ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇപ്പോൾ നാം പ്രമോട്ട് ചെയ്യപ്പെട്ട് യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി, യേശുവിന്റെ അവയവങ്ങളായി, കർത്താവിന്റെ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങൾ ഞാനെടുത്ത് യേശുവിടെ അവയവങ്ങളാക്കുമോ? പ്രിയപ്പെട്ടവരെയും, ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. നാം ഒരു പ്രിവിലേജ്, ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് വരികയാണ്. യേശുവിന്റെ അവയവങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി. മറ്റൊന്നുമല്ല, നമ്മുടെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ശുദ്ധമായി നാം കാണുക, സെപ്പറേറ്റ് ചെയ്ത് പിടിക്കുക, വിശുദ്ധീകരിക്കുക, ശുദ്ധിയുള്ളതാക്കി മാറ്റുക. അശുദ്ധിക്കോ തിന്മയ്ക്കോ അന്ധകാരത്തിനോ വിട്ടുകൊടുക്കാതെ നാം ക്രിസ്തുവിന്റെ അവയവങ്ങളുടെ മാന്യത നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. ഇവിടെ ദൈവം നമ്മോട് വളരെ ശക്തമായി ആ ദൂത് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഇനി തെറ്റായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ അവയവങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, അത് തെറ്റായ ആശയങ്ങൾക്ക് ഏൽപ്പിച്ച് കൊടുക്കരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകും. വേശ്യ എന്ന് പറയുന്നത് ഇവിടെ ഒരാശയമായിട്ട് രേഖപ്പെടുത്തിയെങ്കിലും വേശ്യാവൃത്തി മാത്രമല്ല, അശുദ്ധമായതെന്തും ഏതിനോട് നാം ചേരുന്നുവോ അതിനോട് നമ്മുടെ ശരീരം ഒരുമനപ്പെടുകയാണ്. യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായ നാം കർത്താവ് തരുന്ന ഡയറക്ഷൻസ്, കർത്താവ് നമുക്ക് തരുന്ന ആലോചന പ്രകാരം നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കണം. കർത്താവേ, ഞാൻ ഇനി അവയവങ്ങൾ വേറൊന്നിനോടും ചേർക്കില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നു, ഏതിനോടാണോ ചേരുന്നത് അതുമായി എന്റെ ശരീരവും ജീവിതവും ഏകമായി ബന്ധപ്പെടുന്നു, അതുമായി ലയിച്ചു ചേരുന്നു. അതിന്റെ ദോഷവശങ്ങൾ, അതിന്റെ വശീകരണങ്ങൾ, അതിന്റെ ആകർഷണത്വങ്ങൾ എല്ലാം പലപ്പോഴും എന്റെ ജീവിതത്തെ കൂടെ നിയന്ത്രിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഞാനിനി ഒരാഗ്രഹം നിന്റെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഞാനിപ്പോൾ എവിടെയൊക്കെയാണോ ചേർക്കപ്പെട്ടത്, എന്റെ നാവ്, എന്റെ ത്വക്ക്, എന്റെ അവയവങ്ങൾ ഓരോന്നും, ചിന്താമണ്ഡലം ഏതാശയത്തിനാണോ ബന്ധിതമായിരിക്കുന്നത്, ഇന്ന് ഇപ്പോൾ യേശുവിന്റെ ശരീരവുമായി, യേശുവിന്റെ അവയവമായി മാറുന്ന സമയത്ത് ഞങ്ങൾ ഏതിനോട് ഒരുമനപ്പെട്ടിരിക്കുന്നു, ആ മേഖലയിലുള്ള സകല പൈശാചിക ബന്ധനങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാനും എന്റെ ശരീരവും മനസ്സും ചിന്തയും എവിടെയൊക്കെ ബന്ധിതമായിരിക്കുന്നു അവിടെ നിന്നെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിക്കണമേ. ഇനി തകർന്നു പോകുന്നവനായിട്ടല്ല, ഉയർച്ച പ്രാപിച്ചവനായി, നിരാശപ്പെട്ടവനായിട്ടല്ല, ഉന്നത ജീവിതം നയിക്കുന്നവനായി, താഴ്ചയോടെ നടക്കുന്നവനായിട്ടല്ല, ഉന്നതമായി ഉയർന്ന് വിനയത്തോടെ നടക്കുന്നവരായി, ദൈവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരായി, ദൈവരാജ്യത്തിന്റെ പങ്കുകാരായി ഏറെ വിശുദ്ധിയോട് ജീവിക്കുവാൻ എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തുതി. കർത്താവിന്റെ മാത്രം വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ഇതാണ് ആത്യന്തികമായ ഉദ്ദേശം. നാം ആരോടെങ്കിലും പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനോടായിരിക്കും. ഇതുകൊണ്ടാണ് വേദപുസ്തകം എപ്പോഴും പറയുന്നത്, നാം നമ്മുടെ കർത്താവിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, നാം നമ്മുടെ യേശുവിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ എല്ലാം ലഭിക്കും. പറ്റിച്ചേരുന്നത് ക്രിസ്തുവിനോടാകണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. തമ്പുരാനെ പറ്റിയ അമ്മ ദൈവവിഷയത്തിൽ സമ്പന്നമായി, അവളുടെ ഉദരത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഇറങ്ങി ആവസിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രഭയിൽ, അനുഗ്രഹത്തിൽ, കൃപയിൽ ഉദരത്തിൽ തമ്പുരാൻ ഉരുവാങ്ങുകയായിരുന്നു. തമ്പുരാനെ പറ്റിയ അമ്മ സകല പരിശുദ്ധന്മാരെക്കായാലും ശുദ്ധിമതികളെക്കായാലും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നു. ക്രിസ്തീയ സമൂഹത്തിന് ആദ്യമായി നിലകൊള്ളുന്ന കൃപയുടെ ഉറവിടവും പരിശുദ്ധന്മാരുടെ വിശുദ്ധിയിൽ ശ്രേഷ്ഠതയേറിയ ഏറ്റവും ഉന്നതമായ സ്ഥാനവും അലങ്കരിക്കുമ്പോൾ കർത്താവിനോട് പറ്റിച്ചേരുവാൻ ഇതുപോലെ സാധിച്ചവരായി ആരുമില്ല. ഇതിന് പ്രാർത്ഥനാ വചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: തമ്പുരാനെ പറ്റിയ അമ്മയോട് അങ്ങ് സംയോജിച്ചതുപോലെ ഞങ്ങളോട് സംയോജിക്കണമേ.
യേശു ഇത്രമാത്രം അക്ഷരികമായും ആത്മീകമായും എല്ലാ തലങ്ങളിലും പറ്റിച്ചേർന്നത് മറ്റൊരു ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് താഴെയായിരിക്കും. തമ്പുരാനെ പറ്റി അമ്മയോട് അതുപോലെ ഒരുമനപ്പെട്ടു. യേശുവിന്റെ ശരീരത്തെയും രക്തത്തെയും സ്വീകരിക്കുന്നവർ അവനുമായി ഏക ശരീരവും ഏക ആത്മാവുമാകുന്നു. നാം ദൈവത്തോട് പറ്റിച്ചേരുവാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ആലയം അല്ലെങ്കിൽ നാം ആകുന്ന ശരീരം അവന്റെ അവയവങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ മറ്റൊന്നിനോടും പറ്റിച്ചേരാതെ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ആത്മാകാവ് ആയി ജീവിക്കുവാൻ ആഗ്രഹിക്കുക. വചനവായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവസന്നിധിയിലുള്ള യാചനയിലൂടെയെല്ലാം നമുക്ക് അതിശക്തമായി നമ്മുടെ കർത്താവിനോട് പറ്റിച്ചേരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാകണം, വല്ലാത്തൊരു കൊതി ഉണ്ടാകണം. ഞാൻ യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായതുകൊണ്ട് അവനോട് പറ്റിച്ചേരുന്നു. യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായതുകൊണ്ട് ഓടുവാൻ, ദുർനടപ്പ് വിട്ട് ഓടുവാൻ എനിക്കൊരാഗ്രഹം ഉണ്ടാകണം. യോസെഫിന്റെ ജീവിതത്തിൽ പോത്തിഫോറിന്റെ ഭാര്യ തെറ്റായ ആശയത്തിലേക്ക് അവനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അവൻ വിട്ടോടിപ്പോകുന്നത് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഓടുന്നവരായി മാറി. യോസെഫിൽ അന്ന് വ്യാപരിച്ച ദൈവത്തിന്റെ കൃപ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാരിൽ നിന്നയോളം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മെ ദുർനടപ്പിൽ നിന്ന് ഓടിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ദുർനടപ്പ് വിട്ട് ഓടുന്ന ഓരോ വ്യക്തികളായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് രീതിയിലുള്ള പാപദോഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിന് പുറത്തു ചെയ്യുന്ന പാപങ്ങൾ, അതായത് ഒരുമിച്ച് ചെയ്യുന്ന ചില പാപപ്രവൃത്തികളുണ്ട്. അത് സാമൂഹികമായി നിലകൊള്ളുന്ന ചില പ്രവൃത്തികളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്ക് ജോലി മേഖലയെല്ലാം കാണാൻ പറ്റും. അത് ശരീരത്തിന് പുറത്താണ്. എന്നാൽ ഒരു വ്യക്തി തന്റെ ഹൃദയപരമായ ദുർനടപ്പ് നടത്തിയാൽ ആ പാപം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, ജീവിതത്തിൽ മാത്രം നിലകൊള്ളും. സമൂഹത്തിൽ നിലകൊള്ളുന്ന, സഭയിൽ നിലകൊള്ളുന്ന, കൂട്ടായ്മയിൽ നിലകൊള്ളുന്ന പാപസ്വഭാവങ്ങൾ കണ്ടേക്കാം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ നിലകൊള്ളുന്ന പാപം അതൊരു മനുഷ്യൻ അന്ധതയിലെത്തിക്കുന്നു. നാം പ്രൊമോട്ട് ചെയ്യപ്പെട്ടവരാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളായി ഉയർച്ച പ്രാപിക്കുവാൻ ഇപ്പോൾ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. സ്വർഗീയമായ തേജസ് ഇപ്പോൾ സ്വർഗത്തിൽ നിറങ്ങി ഞങ്ങളെ ആവസിപ്പിച്ച് അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. ഞങ്ങൾ ശുദ്ധിയുള്ളവരായി മാറണമേ, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണമേ. ഞങ്ങളുടെ ശരീരത്തിലുള്ള പൈശാചിക ബാധകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം കരം വെക്കണമേ. ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ മുറിയപ്പെട്ടു പോകട്ടെ. കർത്താവിന്റെ വചനം ഉള്ളിൽ വസിക്കുന്നവരും ആരാധിക്കുന്നവരും കൃപയുള്ളവരുമായി മാറുവാൻ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ നിറച്ചു നിർത്തണമേ. ഇന്നയോളം ഞങ്ങൾ നടത്തിയ നിന്റെ കൃപ എത്ര ശ്രേഷ്ഠമാണ്, നിന്റെ കരുണയും നിന്റെ അനുഗ്രഹവും എത്ര ഉന്നതമാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. സ്വർഗീയ തേജസ്സിനാൽ ഞങ്ങൾ ധന്യരാക്കി മാറ്റണമേ. വീണ്ടുപോകാതെ ഓടുവാൻ ഞങ്ങൾ കൃപയേകണമേ. കർത്താവേ, നീ ഞങ്ങളെ ശക്തീകരിക്കുന്ന നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർ സ്വതന്ത്രമാകട്ടെ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പഠിക്കുവാനായിട്ട് ശക്തി ചോദിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ശാപവും രോഗവും ബന്ധനവും അഴിഞ്ഞ് സ്വതന്ത്രമായി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ ധന്യരാക്കണമേ. യേശുവേ, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, തകർന്ന ഭവനങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. കർത്താവിന്റെ തേജസ് അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ ഇടവരട്ടെ. ശാപവും രോഗവും ബന്ധനവും കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ. നീ അനുഗ്രഹിച്ചതിനും അനുഗ്രഹിക്കുന്നതിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളും ചാർച്ചക്കാരും എല്ലാം യേശുവിന്റെ നാമത്തിൽ ബന്ധിതമാകട്ടെ. കർത്താവേ, ഓരോ മാസവും ഈ മിനിസ്ട്രിയിലേക്ക് തങ്ങളുടെ ഓഹരി എന്നോണം സമർപ്പിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും, ഓഫറിംഗ് സമർപ്പിക്കുന്നവരെ യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം കർത്താവിൽ വളരുവാനും ബ്ലസ് ചെയ്യപ്പെടുവാനും കർത്താവിന്റെ നാമത്തിൽ ശ്രേഷ്ഠമാകുവാനും ഒരു യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച്
ഒരു സമാധാന ജീവിതത്തിൽ അവരെ അത് ഗൈഡ് ചെയ്യണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ തേജസ് കൊണ്ട് അവരെ സമ്പന്നമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷയങ്ങളും ഒരുക്കി കൂടി സമർപ്പിക്കട്ടെ. ക്രിസ്തീയ സമൂഹം മുഴുവനും യേശുവിന്റെ രക്തത്താൽ ബന്ധിതമാകട്ടെ. കർത്താവേ, പൈശാചിക പീഡനം ഞങ്ങൾ സ്വതന്ത്രമാക്കണമേ. കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീയോട് നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമർത്ത മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, എല്ലാ ദിവസവും വൈകുന്നേരം 8:30 മണിയുള്ള പ്രാർത്ഥനയിൽ ദൈവമക്കൾ പങ്കുചേരുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ദൈവത്തിന്റെ കരുണയും കൃപയും നമ്മെ എല്ലാവരെയും ധന്യരാകട്ടെ. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാനും കാത്തിരിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപയിൽ ഏറ്റവും ശ്രേഷ്ഠമായി വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.